കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, തപസ് കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ തപസ് കാലം എങ്ങനെ ഏതു വിധേന പൂർത്തിയാക്കണമെന്ന് ചില ആലോചനകൾ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ അതിന് കൃത്യമായ അടയാളങ്ങളിലൂടെ ഈശോയുടെ ജീവിതത്തിലൂടെ ഒരു പരിഹാര മാർഗമായി ഇന്ന് വായന നമുക്ക് നിർദ്ദേശിച്ച് തരികയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ കേട്ടു, ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവാസമെടുത്തു. ആ ഉപവാസത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പത്തെ പശ്ചാത്തലം നമുക്കറിയാം. ഈശോ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മരുഭൂമിയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നപ്പോൾ ആ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു, പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാനായിട്ട്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുമ്പോൾ, ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് പ്രലോഭനമൊന്നും ഉണ്ടാകുകയില്ലെന്ന്. എന്നാൽ വചനം പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടാകുന്ന അപ്പോഴാണെന്നാണ്. കാരണം ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്നപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ നയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എത്ര കണ്ട് ഈശോയുടെ സ്നേഹത്തിലും അവനോടുള്ള ബന്ധത്തിലും വളരുന്നതിനനുസരിച്ച്, നമ്മുടെ കൃപയുടെ അളവ് ഉയരുന്നതിനനുസരിച്ച് അതിശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകും. കാരണം പ്രലോഭനങ്ങൾ ദൈവത്തിൽ നിന്നല്ല, പക്ഷേ ദൈവം അനുവദിക്കുന്നതാണ് നമ്മുടെ ഉപരി വിശുദ്ധീകരണത്തിനായിട്ട്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വർഗം നമ്മുടെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹത്തെ മാനിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ, ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒരു ദൈവ പൈതൽ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ, ദൈവം അവൻ്റെ ജീവിതത്തിൽ തുടരെ തുടരെ പ്രലോഭനങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. പ്രലോഭനം അയക്കാതെ നമുക്കൊരിക്കലും വിശുദ്ധിയിൽ വളരാൻ പറ്റില്ല.
എൻ്റെ അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രലോഭനങ്ങൾ, ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രലോഭനങ്ങൾ, ഞാൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. കാരണം എന്താ? ഞാനൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയം അറിയുന്ന, എൻ്റെ ആഗ്രഹം അറിയുന്ന ദൈവം, എൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അറിയുകയും മാനിക്കുകയും ചെയ്യുന്ന ദൈവം, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ദൈവം കാണുമ്പോൾ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ തക്ക വിധത്തിലുള്ള പ്രലോഭനങ്ങൾ നിരന്തരം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. ഈ പ്രലോഭനങ്ങളോട് നമ്മൾ എങ്ങനെ പ്രത്യുത്തരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ വിശുദ്ധിയിൽ വളരുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. ഈശോ അത്രമാത്രം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന് മാമോദീസ സ്വീകരിച്ച് ആത്മാവിന്റെ നിറവോടുകൂടി നിൽക്കുന്ന സമയത്താണ് പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടാൻ ആത്മാവ് തന്നെ യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ നമുക്ക് പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. കാരണം നമ്മുടെ മനസ്സിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് ദൈവം പ്രലോഭനങ്ങൾ തരുന്നത്. ഇനി പ്രലോഭനങ്ങളോട് എങ്ങനെ പ്രത്യുത്തരിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുക. ഇനി സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണ് ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. 3 തരം പ്രലോഭനങ്ങളാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യമാതാപിതാക്കൾക്കുണ്ടായ അതേ പ്രലോഭനം തന്നെയാണ് സുവിശേഷത്തില് യേശുവിനുണ്ടാകുന്നതായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 19-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിഞ്ഞുകൊള്ളുക. ലോകത്തായിരിക്കുന്ന നമുക്ക് ഈ ദുഷ്ടന്റെ, ഈ പിശാചിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ നമ്മുടെ മേലുണ്ട്. നിരന്തരമായ ഒരു ആക്രമണ ശൈലി ശത്രു നമുക്കെതിരെടുത്ത് ഉപയോഗിക്കും. അപ്പോ എന്നിട്ട് യോഹന്നാൻസിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 15 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻസിലേക്ക് പറയും, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം, ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളിലേക്ക് നമ്മുടെ സ്നേഹത്തെ വ്യതിചലിപ്പിച്ചു വിടുക എന്നുള്ളത് ശത്രുവിൻ്റെ ഒരു കെണിയാണ്. അപ്പൊ നമുക്ക് ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് യോഹന്നാൻസിലേക്ക് പറയാണ് എന്തൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് ലോകം നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ 3 പ്രലോഭനങ്ങൾ നിരന്തരം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഈശോയ്ക്കുണ്ടായ ആദ്യത്തെ പ്രലോഭനം അതാണ്, കല്ലുകൾ അപ്പമാക്കുക. ജഡത്തിന്റെ ദുരാശയാണ്. 40 ദിവസങ്ങൾ ഉപവാസം എടുത്തിരിക്കുന്ന ഒരാൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ 40 ദിവസമൊന്നും വേണ്ട അല്ലേ, ഒരു ദിവസം ഉപവാസം കഴിഞ്ഞ് ഭക്ഷണം കിട്ടാൻ നമ്മളിങ്ങനെ കാത്തു നിൽക്കും. സമയമൊക്കെ ആകാൻ വേണ്ടി ചിലർ വെയിറ്റ് ചെയ്ത് നിൽക്കും. പറഞ്ഞ സമയമായി കഴിയുമ്പോഴേ ഇതിൽ കഴിക്കാനുണ്ടോ, അയ്യോ ഇത് രാവിലെ മുതൽ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് ഭക്ഷണം കഴിക്കാതിരുന്ന യേശുവിനുണ്ടായ ആദ്യത്തെ പ്രലോഭനം തൻ്റെ ജഡത്തിന്റെ പ്രലോഭനമാണ്. കല്ലുകളെ അപ്പമാക്കാൻ, ജഡത്തിന്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ. ഇത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രലോഭനമാണ്. നമ്മുടെ ജഡത്തിന്റെ പ്രവണതകളെ, ജഡത്തിന്റെ ആഗ്രഹങ്ങളെ, ജഡത്തിന്റെ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രവണത. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നില്ലെങ്കിൽ ഒരു ആത്മീയ മനുഷ്യനാകാൻ പറ്റില്ല. ഈ ജഡത്തിന്റെ പ്രലോഭനങ്ങൾ ദൈവം തരും, ദൈവം അനുവദിക്കും. അതെന്തിനാ? ആത്മാവിനാൽ അവയെ നിഹനിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ വളർച്ചയുണ്ട്. അതിനാണ് ഈ ജഡത്തിന്റെ പ്രലോഭനങ്ങൾ കർത്താവ് നമുക്ക് തരുന്നത്. അപ്പൊ ദൈവം പ്രലോഭനങ്ങൾ അനുവദിക്കുമ്പോൾ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല, അസ്വസ്ഥരാകേണ്ടതില്ല. ആ പ്രലോഭനങ്ങൾ ദൈവം എനിക്ക് വളരാൻ അനുവദിച്ച അനുഭവങ്ങളായി കണ്ട് ദൈവത്തിന് നന്ദി പറയുക, അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുകയും അതിനെ യേശു നേരിട്ടതുപോലെ നേരിടുമ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ച നമ്മളിൽ സംജാതമാകും. അപ്പൊ ജഡത്തിന്റെ ദുരാശ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും ആദ്യമാതാപിതാക്കൾ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രലോഭനം അപ്പം ഭക്ഷിക്കുക എന്നുള്ളതാണ്. ആ പഴം പറിച്ച് തിന്നാന്നുള്ളതാണ്. ഇനി ആ ഉൽപ്പത്തി പുസ്തകത്തിലും ലോകം തരുന്ന പ്രലോഭനവും യേശുവിന്റെ പ്രലോഭനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പ്രലോഭനങ്ങൾ തന്നെയാണ് എല്ലായിടത്തും നമ്മൾ കാണുക.
അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ണിന് കാണാൻ കൗതുകമേറിയത്. കണ്ണിന്റെ ദുരാശ അവിടെയുണ്ട്. അത് ജീവിതത്തിന്റെ അഹന്ത അവിടെ കടപ്പെടും. നിങ്ങളിത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ഒരു ഏറ്റവും ഉന്നതമായ മലമുകളിലേക്ക് കെറ്റിക്കൊണ്ട് പോയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ്, നീ എന്നെ ആരാധിക്കുകയാണ്, ഇതൊക്കെ നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. അവിടെയുണ്ട് കണ്ണുകളുടെ ഒരു ദുരാശ, സ്വന്തമാക്കാൻ ഒരു ആഗ്രഹം, അല്ലേ? ഈ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഭരിക്കുന്ന ഒരു ദുരാശയാണ് കണ്ണുകളുടെ ദുരാശ. കാണുന്നതൊക്കെ സ്വന്തമാക്കണം. കണ്ണി കാണുന്നതൊക്കെ നമുക്ക് വേണം. ഇത് കണ്ണുകളുടെ ഒരു ദുരാശയാണ്. മൂന്നാമത്തേതാണ് ജീവിതത്തിന്റെ അഹന്ത, അഹങ്കാരം. ഈ 3 മേഖലകളിൽ നിരന്തരമായ പ്രലോഭനങ്ങൾ നമുക്കുണ്ട് ഈ ലോകത്തിൽ. അതിൽ നിന്നും ആരും മാറ്റി നിർത്തപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വൈദികര് ഒരു സമർപ്പണ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന 3 തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഈ ലോകം വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങൾക്കെതിരെ അതിജീവിച്ച് ദൈവസ്നേഹത്തിൽ ചേർന്നിരുന്ന് ദൈവത്തെ അധികമായി സ്നേഹിച്ച് ലോകത്തെക്കാൾ ഉപരി, ലോകവസ്തുക്കളെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാനുള്ള ഒരുവന്റെ വിളിയാണ് ഒരു സമർപ്പണ ജീവിതത്തിലേക്കുള്ള വിളി. അതിലെടുക്കുന്ന 3 വ്രതങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രലോഭനങ്ങൾക്കെതിരായ വ്രതങ്ങളാണ്. ചിലർ അച്ഛാ ഈ നിങ്ങൾ എന്തിനാ വ്രതങ്ങളൊക്കെ എടുക്കുന്നതെന്ന് നോക്കി, ഇത് ബിബ്ലിക്കലാണ്, വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഒരുവന് ലോകത്തെ ജയിക്കണമെങ്കിൽ ഈ 3 പ്രലോഭനങ്ങൾ അതിജീവിക്കണം. കാരണം എന്താ, ലോകത്തിലായിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ഈ 3 പ്രലോഭനങ്ങൾ നിരന്തരം ഉണ്ടാകും. അതുകൊണ്ട് ജഡത്തിന്റെ ദുരാശയ്ക്കെതിരായ ഒരു വ്രതമാണ് ഞങ്ങൾ എടുക്കുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. നിരന്തരമായ ജഡത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു സമർപ്പിത ജീവിതക്കാരൻ എടുക്കുന്ന ഒരു വ്രതമാണ്, ദൈവത്തോടുള്ള ബന്ധം ആണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. കാണുന്നതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം, അത് മനുഷ്യ ജീവിതത്തിൽ എക്കാലമുണ്ട്. എക്കാലത്തെയും മനുഷ്യ ജീവിതത്തിന്റെ ത്വരയാണത്. എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുമ്പോൾ, കണ്ണിന് കൗതുകമേറിയത് കാണുമ്പോൾ നമുക്ക് അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. അതിനെതിരെയുള്ള വ്രതമാണ് ദാരിദ്ര്യം. കാണുന്നതൊക്കെ സ്വന്തമാക്കാന്നുള്ളത് അതിനെതിരായിട്ട് എടുക്കുന്നൊരു വ്രതമാണ് ദാരിദ്ര്യം. ഈ ലോകത്ത് ഒന്നും സ്വന്തമല്ലാതെ ജീവിക്കാനുള്ള ഒരു തീരുമാനം. ഈ ലോകത്ത് ഒന്നും ഹൃദയത്തെ അത്ര കണ്ട് സ്വാധീനിക്കാതെ ജീവിക്കുവാനുള്ള ഒരു മനുഷ്യ ഹൃദയത്തിന്റെ, ഒരു സമർപ്പണ ജീവിതത്തിന്റെ ഒരു തീരുമാനമാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന വ്രതം. മൂന്നാമത്തത് അനുസരണം. അത് മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരായി നിൽക്കുന്ന വ്രതമാണ്. നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന എപ്പോഴും ആഗ്രഹമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിനെതിരായ, നമ്മുടെ തീരുമാനങ്ങൾക്കെതിരായി, നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരായി അതിനാരെങ്കിലും വിലങ്ങുതടിയാകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അനുസരണം എന്ന വ്രതത്തിലൂടെ ഒരുവന്റെ അഹങ്കാരത്തെയാണ് അടിച്ചമർത്തുന്നത്. ഞാൻ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാലും ഞാൻ അനുസരിക്കണം. എൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറയുന്ന കാര്യങ്ങൾ, അധികാരത്തിൽ ദൈവം അധികാരം നൽകി ഏൽപ്പിച്ചിരിക്കുന്നവർ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതെന്തിനാണ്? എന്നിലുള്ള ഈ അഹങ്കാരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അഹങ്കാരമെന്ന ഈ ഒരു തിന്മ അത് നിരന്തരമായി ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ ഈ ഒരു വ്രതമെടുക്കുമ്പോൾ ഒരു സമർപ്പിത ജീവിതക്കാരൻ ചെയ്യുന്ന അവൻ ഈ ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാതെ യേശുവിൻ്റെ സ്വന്തമായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനമാണ്. അതാണല്ലോ സമർപ്പണ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം. ഈ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ സ്വന്തമല്ലാതെ യേശുവിൻ്റെ സ്വന്തമായി ആ സ്നേഹത്തിലായിരിക്കുക എന്നുള്ള വിളിയാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ യേശു കടന്നുപോയ പ്രലോഭനങ്ങളൊക്കെ ഞാനും നിങ്ങൾ നിരന്തരം കടന്നു പോകുന്ന പ്രലോഭനങ്ങളാണ്. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലേക്ക് നോക്കിക്കേ, ഏതെങ്കിലുമൊക്കെ ഈ 3 പ്രലോഭനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ്, പ്രലോഭനങ്ങളെല്ലാം കഴിഞ്ഞ് ഈശോ വചനത്തിലൂടെ അതെല്ലാം ഖണ്ഡിച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അവസാനം എഴുതി വെച്ചിരിക്കുന്നത് നിശ്ചിത കാലത്തേക്ക് പിശാച് അവരെ വിട്ടുപോയിന്ന്. കാലത്തേക്ക് വിട്ടുപോയെന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് എപ്പോഴും ചുറ്റി നടക്കുക. പിശാചിന്റെ പ്രവൃത്തി ചെയ്യും. ദൈവമക്കളുടെ അവകാശവും അധികാരവും മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ സുരക്ഷിതത്വം എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. ഇന്നത്തെ ഈ വചന സന്ദേശം
അത് ഈ നോമ്പുകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ മുന്നോട്ടുള്ള ജീവിത യാത്രകളിൽ, നോമ്പിൻ്റേത് മാത്രമല്ല അനുദിന ആത്മീയ ജീവിതയാത്രകളിൽ നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ഈശോ എങ്ങനെ അതിജീവിച്ചുവോ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ പ്രലോഭനങ്ങൾ ലോകം അനുവദിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങൾക്കെതിരെ യേശുവിനോടുള്ള ബന്ധത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ അവയെ എതിർത്ത് തോൽപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ച സാധ്യമാകുമാറ് ഈ പ്രലോഭനങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.